തമിഴിന്ന് ഒരു ത്രില്ലർ പടം OTT റിലീസ് ചെയ്യുന്നുണ്ട്. 10 Hours എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ സത്യരാജിന്റെ മകൻ സിബി സത്യരാജാണ് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇതിന്റെ പോസ്റ്റർ ഒക്കെ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് 3 കുറിയൊക്കെ ഇട്ടിട്ട് ഒരു പോലീസുകാരൻ നിൽക്കണതൊക്കെ. ഇത് ഞാൻ അത്യാവശ്യം വെയിറ്റ് ചെയ്തിരുന്നുണ്ടായിരുന്ന ഒരു പടമാണ്. കാരണം എനിക്ക് 2024 എന്തോ ഇറങ്ങിയ സിനിമയാണ്. എല്ലാവരും അടിപൊളി ത്രില്ലർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൈദി പോലെ തന്നെ ഒരു രാത്രി നടക്കുന്ന ഇൻസിഡൻസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു നറേഷൻ ഉണ്ട്, ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഈ പോലീസ് ഓഫീസർ സിബി സത്യരാജിന്റെ ക്യാരക്ടറുടെ പേര് എന്താണ്, കാസ്ട്രോ. ആൾ എത്ര കിടിലം പോലീസ് ഓഫീസർ ആണെന്നുള്ളത് നമുക്ക് ആ നറേഷൻ കേട്ടാൽ മനസ്സിലാവും. അത് അടിപൊളിയായിരുന്നു. ആൾ എങ്ങനെ ഒരു കേസ് സോൾവ് ചെയ്തു കാര്യങ്ങളൊക്കെ പറയുന്നത്. ആ സമയത്താണ് ഒരു കൊച്ചിനെ കാണാനില്ല. രാവിലെ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാണ്, വൈകിട്ടാകുമ്പോഴേക്ക് ആളെ കാണാനില്ല. എന്നിട്ട് അച്ഛനും അമ്മയും വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ കിടിലം പോലീസ് ഓഫീസർ ആയപ്പോ ഇങ്ങനെ അതിന് പിന്നാലെ പോകുന്നു. അതേ സമയത്ത് ഇവർക്ക് കോള് വരികയാണ്. അതായത് ഒരു ബസ്സിൽ ഒരു പെൺകുച്ചിനെ ആരോ ടോർച്ചർ ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു, വേഗം വന്ന് രക്ഷിക്കണമെന്ന്. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഒരു ചെക്കൻ തട്ടിപ്പോയിട്ടുണ്ട്. പെൺകുട്ടി ഉപദ്രവിക്കലൊന്നും കാണില്ല. പിന്നെ ഈ കേസസ് തമ്മിൽ കണക്റ്റഡ് ആണോ, ഇത് ആരാ ചെയ്തത്, ഇതിന്റെ ഇടയിൽ 2 പോലീസുകാർ ആരോ വെടിവെച്ച് കൊല്ലുന്നുണ്ട്, ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞുകൂടാ. ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിന്റെ ഒരു പടമാണ്. പടം വന്നിട്ട് നമ്മുടെ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഒരു ഫസ്റ്റ് ഹാഫ് ഈ സിനിമയുടെ പെട്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഒരു ക്ലൂവും കിട്ടില്ല ഇത് ആരാ ചെയ്തതെന്ന്. ഇവൻ ആ ബസ്സിലുള്ള എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ തന്നെയായിരുന്നു. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഈ കാണിച്ച സീൻസ് തന്നെ കാണിച്ച് അത്യാവശ്യം വലിപ്പിച്ച് ഈ സിബി സത്യരാജ് വന്നിട്ട് ഈ മറ്റേ ഫൈറ്റ് സീനൊക്കെ ചെയ്യുമ്പോൾ അത്ര ഒരു ഗുമ്മൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ചില സ്ഥലത്ത് അടിപൊളിയായിരുന്നു, ചില സ്ഥലത്ത് വന്നിട്ട് വലിയ സുഖമൊന്നും തോന്നിയില്ല. മറ്റേ ഒരു യൂട്യൂബിൽ ഒരു പയ്യനുണ്ട്, അതായത് എനിക്കറിയില്ല എത്ര പേർക്ക് അറിയുന്നത്. ഹായ് ഗായ്സ്, ഞാൻ വന്നിട്ട് മ്യൂസിക് കമ്പോസർ ആണ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ് പയ്യൻ ഈ വിജയുടെയും അതേപോലെ തന്നെ എല്ലാ ഹിറ്റ് പടത്തിന് ആളുടെ മ്യൂസിക് ഇട്ട് കാണിക്കും. അപ്പൊ ചില സമയത്ത് നമുക്ക് ബാൻഡ് മേളം പോലെയൊക്കെ തോന്നുക, അതേപോലെയാണ് ഈ സിനിമയുടെ ചില സമയത്ത് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു തട്ടിക്കൂട്ട് പടം അങ്ങനെ വേണേ തോന്നിയത്. കുറെ ലൂപ്പ് ഹോൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു ഡീസെന്റ് ത്രില്ലർ വിത്ത് ഇനഫ് ലൂപ്പ് ഹോൾസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. 2 മണിക്കൂറിന്റെ പടമാണ്. ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ കണ്ടു നോക്കുക. നമുക്ക് പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇത് വില്ലൻ ആരാണെന്ന്, കാരണം അങ്ങനത്തെ ഒരാളെ കാണിക്കേ ഇല്ല ഈ സിനിമയിൽ. ടുവേർഡ്സ് എൻഡ് എനിക്ക് അത്ര വലിയ സുഖമായിട്ടൊന്നും തോന്നില്ല. സ്റ്റിൽ ഒരു ഡീസെന്റ് ത്രില്ലർ എന്നൊക്കെ പറയാം. ഇതിൽ പെർഫോമൻസ് വൈസ് ആരും അത്ര എടുത്തു പറയത്തക്ക പെർഫോമൻസ് ഒന്നുമില്ല. സിബി സത്യരാജ് അറ്റ് ടൈംസ് കൊള്ളായിരുന്നു. ആൾ ഏത് നേരം ഈ 3 കുറി ഇട്ട് ശബരിമലയ്ക്ക് പോവാൻ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷെ ആളെല്ലാരും പിടിച്ച് തല്ലുകൊണ്ടൊക്കെ ചെയ്യും, തെറിവിളിക്കൊക്കെ ചെയ്യും. ട്രൈ